എന്തായാലും ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ആദ്യ ടിക്കറ്റും മുഖ്യമന്ത്രി വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി മേഘന മുരളി മറ്റ് അനന്തരം എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയാൻ വേണ്ടി നമുക്കൊപ്പം ചേരുന്നു. മേഘന, പറയൂ. സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ ഇതാ പുതിയ അധ്യായം കുറിച്ചിരിക്കുന്നു. UDF സർക്കാർ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നു. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി VD സതീശനും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും ഈ ഉദ്ഘാടന ബസ്സിലേക്ക് കയറും. ഇവിടെ ഉദ്ഘാടന ബസ് സജ്ജമായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വനിതാ ഡ്രൈവറായിട്ടുള്ള ഷീലയും ജയകുമാരിയുമാണ് ഈ ബസ് നയിക്കുന്നത്. അതുപോലെ വിവിധ മേഖലകളിൽ നിന്നുള്ള സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകളാണ് ഈ ബസ്സിൽ ആദ്യ യാത്രക്കാരായി പങ്കെടുക്കുകയും ചെയ്തത്. അതിൽ നമ്മൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിലും പെരുമാതുറ അടക്കമുള്ള വിവിധ തീരദേശ മേഖലകളിൽ നിന്നും സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുമാണ് സ്ത്രീകളെ ഈ ഒരു ആദ്യ ബസ്സിലേക്ക് യാത്ര ചെയ്യാനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അവർ ഈ ബസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അവരും പ്രതികരിക്കുന്നത് അവർക്ക് കുടുംബത്തിലേക്ക് തുക മിച്ചം പിടിക്കാൻ പറ്റും. അത് വലിയ കാര്യമാണ്. അത് 600 രൂപയാണെങ്കിലും 600 മുതൽ 3000 രൂപ വരെയുള്ള തുക ബാക്കിയാവുക മാസം എന്ന് പറയുന്നത് വലിയ കാര്യമെന്ന് തന്നെയാണ് സ്ത്രീകൾ പ്രതികരിക്കുന്നത്. ബസ് എടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇനി മുഖ്യമന്ത്രിയും മറ്റ് ജനപ്രതിനിധികളും ഈ ബസ്സിലേക്ക് കയറേണ്ടതുണ്ട്. അങ്ങനെ കണ്ടക്ടറായിട്ടുള്ള ജയകുമാരി ആദ്യ ടിക്കറ്റ് മുറിച്ചുകൊണ്ട് 0 ടിക്കറ്റ് മുറിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. KSRTCയുടെ നിയമം അനുസരിച്ച് മുഖ്യമന്ത്രിക്കോ മറ്റ് ജനപ്രതിനിധികൾക്കോ ടിക്കറ്റ് നൽകാനുള്ള ഒരു നിയമവശമില്ല. ജനപ്രതിനിധികൾക്ക് KSRTC ബസ്സുകളിൽ മുന്നേ തന്നെ ഫ്രീ ആണ് യാത്ര. അതുകൊണ്ട് തന്നെ ആദ്യം ഈ സ്ത്രീകൾക്ക് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ടിക്കറ്റ് നൽകിയായിരിക്കും ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ടാവുക. ഈ തമ്പാനൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വഴിയാണ് ഈ ബസ് പോകുന്നത് പെരുമാതുറ വരെ. മെഡിക്കൽ കോളേജ്, കാര്യവട്ടം, കഴക്കൂട്ടം, ചാനാങ്കര, കഠിനംകുളം അടക്കമുള്ള പ്രദേശങ്ങളിലൂടെയാണ് ഈ ബസ് സഞ്ചരിക്കുന്നത്. ഉദ്ഘാടന ബസ് സഞ്ചരിക്കുന്നത്. മുഖ്യമന്ത്രി തമ്പാനൂരിൽ നിന്ന് കയറി സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റ് വഴി ഉള്ളിലേക്ക് കയറി ദർബാർ ഹാൾ വരെ ആയിരിക്കും ഈ സഞ്ചരിക്കുക എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ സ്റ്റേജിൽ നിന്ന് പൊതുസമ്മേളനം അവസാനിച്ച് ഈ ബസ്സിലേക്ക് കയറും. ബസ്സിൽ കയറുന്നവർക്ക് പ്രത്യേക സമ്മാനം അതുപോലെ തന്നെ മധുര വിതരണമൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് എഴുതിയിട്ടുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള ബസ്സുകളിലൊക്കെ ഇനി മുതൽ 9 മണി കഴിഞ്ഞ് 10 മണി തൊട്ട് തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാകും. അത് എത്ര തുകയാണെങ്കിലും ദീർഘദൂര ബസ്സുകളിൽ നടപ്പിലാക്കിയിട്ടില്ല. പക്ഷേ ഓർഡിനറി ബസ്സുകളിൽ ദൂരപരിധിയില്ല. അതുപോലെ തന്നെ മറ്റു വരുമാന മാനദണ്ഡങ്ങളില്ല. അതിൽ ഒരു തരത്തിലും അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളാണെങ്കിലും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ സമൂഹമാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് സൗജന്യ യാത്ര എന്നുള്ളതാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു പദ്ധതി. അത് ആർജവത്തോടുകൂടി UDF സർക്കാർ നടപ്പിലാക്കുന്നു. ഇനി അതിന്റെ ഭാവി എന്തെന്നുള്ള പല വ്യാഖ്യാനങ്ങളുണ്ട്, ആശയക്കുഴപ്പങ്ങളുണ്ട്. പക്ഷേ ഒരു ശുഭയാത്രയായി തന്നെ ശുഭ തുടക്കമായി തന്നെയാണ് ഇവിടെ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടാതെ ഈ വരുന്ന 100 ദിവസം എന്ന് പറയുന്നത് ഈ യാത്രയുടെ ഒരു നിർണായക ഘട്ടമാണ്. കാരണം 100 ദിവസം പഠന റിപ്പോർട്ട് തയ്യാറാക്കിയാണ് ദീർഘദൂര ബസ്സുകളിൽ ഇനി നടപ്പിലാക്കുണ്ടാവുക. അതിൽ നഷ്ടമുണ്ടാകുമെന്നുള്ള കാര്യം സർക്കാരിന് ഉറപ്പാണ്. പക്ഷേ ആ നഷ്ടം നികത്താൻ സർക്കാർ തയ്യാറാണ്, പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളതാണ് സർക്കാർ പറയുകയും ചെയ്യുന്നത്. ഇവിടെ വിവിധ ഇടങ്ങളിൽ തമ്പാനൂർ സെൻട്രൽ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് വിവിധ ഇടങ്ങളിലേക്ക് പോകേണ്ട ആളുകൾ യാത്ര തുടങ്ങുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും അടക്കം. അതിൽ ഈ പുരുഷന്മാരും ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുന്നതിൽ സന്തോഷം പങ്കിടുന്ന, അതുപോലെ തന്നെ അവർക്ക് തങ്ങളുടെ കുടുംബത്തിലേക്കാണല്ലോ തുക മിച്ചം വരുന്നത്. കാരണം ഒരു സ്ത്രീ അവരുടെ 600 മുതൽ 3000 രൂപ വരെ തുക സംരക്ഷിക്കുക അല്ലെങ്കിൽ മിച്ചം പിടിക്കുക എന്ന് പറയുന്നത് പുരുഷന്മാർക്കും ഗുണമുണ്ടാകുന്ന കാര്യമാണ്, ഒരു കുടുംബത്തിന് ഗുണമുണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാം സന്തോഷവാന്മാരാണ്. അടിസ്ഥാന തൊഴിലാളി വർഗത്തെ ഉദ്ദേശിച്ചാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു ഓർഡിനറി യാത്ര നടപ്പിലാക്കുകയും ചെയ്തത്. ഓർഡിനറി യാത്രയ്ക്ക് ഡബിൾ ബെൽ വീണിരിക്കുന്നത്. എന്തായാലും ഇവിടെ ബസ് സർവ്വസജ്ജം. മെഡിക്കൽ കോളേജ് പെരുമാതുറ ബസ്സാണ്. അത് സർവ്വസജ്ജമാണ്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി VD സതീശൻ ഈ ബസ്സിലേക്ക് കയറും. അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും ബസ്സിലേക്ക് കയറും. ഇനി ഏതെങ്കിലും തരത്തിൽ പ്രത്യേക നിർദ്ദേശം KSRTCയുടേതായി വരുന്നത് സൗജന്യ യാത്ര എന്ന് കരുതി ടിക്കറ്റ് എടുക്കാതിരിക്കരുത്. അത് ടിക്കറ്റ് എടുത്ത് തന്നെ യാത്ര ചെയ്യണം. ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ 500 രൂപയാണ് പിഴ ലഭിക്കുക എന്നുള്ള കാര്യം കൂടി കൃത്യമായും KSRTC പറയുന്നുണ്ട്. ഈ ടിക്കറ്റിന് പണം നൽകേണ്ടതില്ല എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു വ്യത്യാസമായി വരുന്നത് ഈ പദ്ധതിക്ക് എന്നുള്ളതാണ്. എന്തായാലും പുതിയ തുടക്കം, പുതിയ ഒരു വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് UDF സർക്കാരും പൊതുജനങ്ങളും ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഈ ബസ്സിലേക്ക് കയറും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.